കാർഷിക വാർത്തകൾ. കർഷകർക്ക് RBIയുടെ 2 ലക്ഷം രൂപയുടെ ഈട് രഹിത കാർഷിക വായ്പ. 2 ലക്ഷം രൂപ വരെയുള്ള കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുമെന്ന് RBI. 2025 ജനുവരി 1 മുതൽ കർഷകർക്കുള്ള ഈടില്ലാത്ത വായ്പയുടെ പരിധി റിസർവ് ബാങ്ക് 1.6 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷമായി ഉയർത്തി. ഓരോ കർഷകന്റെയും 2 ലക്ഷം രൂപ വരെയുള്ള കാർഷിക വായ്പകൾ എഴുതിത്തള്ളാൻ ബാങ്കുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കാർഷിക മന്ത്രാലയത്തിന്റെ അഭിപ്രായത്തിൽ വർദ്ധിച്ചുവരുന്ന ഇൻപുട്ട് ചെലവുകളും കർഷകർക്ക് വായ്പാ ലഭ്യത മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും കണക്കിലെടുത്താണ് തീരുമാനം. ഈ നടപടി ചെറുകിട നാമമാത്ര ഭൂവുടമകളായ 86% കർഷകർക്കും കാര്യമായി പ്രയോജനം ചെയ്യുമെന്ന് RBI പ്രസ്താവനയിൽ പറയുന്നു. മാർഗനിർദ്ദേശങ്ങൾ വേഗത്തിൽ നടപ്പാക്കാനും പുതിയ വായ്പാ വ്യവസ്ഥകളെക്കുറിച്ച് വ്യാപകമായ അവബോധം ഉറപ്പാക്കാനും ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നീക്കം കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകളുടെ ലഭ്യത സുഗമമാക്കുമെന്നും 4% ഫലപ്രദമായ പലിശ നിരക്കിൽ 3 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്യുന്ന ഗവൺമെന്റിന്റെ പരിഷ്കരിച്ച പലിശ സബ്വേഷൻ സ്കീമിനെ പൂർത്തീകരിക്കുമെന്നും RBI പ്രതീക്ഷിക്കുന്നു. കാർഷിക ഉൽപാദന ചെലവിലെ പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ പരിഹരിക്കുന്നതിനും കാർഷിക സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനുമുള്ള നിർണായക ചുവടുവയ്പായി കാർഷിക വിദഗ്ധർ ഈ സംരംഭത്തെ വീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിലെ തോട്ടം മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വിള വൈവിധ്യവൽക്കരണം വേണമെന്ന് കാർഷിക വിദഗ്ധർ. വിള തെരഞ്ഞെടുക്കുന്നതിൽ ശാസ്ത്രീയ സമീപനം പരിഗണിക്കണം. തോട്ടം മേഖലയിൽ വൈവിധ്യവൽക്കരണം നടപ്പാക്കുമ്പോൾ ഹരിത സമ്പദ് വ്യവസ്ഥയുടെ മാർഗനിർദ്ദേശങ്ങൾ പരിഗണിക്കേണ്ടതിന്റെ ആവശ്യകത അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണറും KAU വൈസ് ചാൻസലറുമായ B. അശോക് ചൂണ്ടിക്കാട്ടി. കേരള കാർഷിക സർവകലാശാല സംഘടിപ്പിച്ച കേരളത്തിലെ തോട്ടം മേഖല മുന്നോട്ടുള്ള വഴി ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് സ്ഥാപിതമായതോടെ തോട്ടങ്ങളുടെ വൈവിധ്യവൽക്കരണവും നവീകരണവും പഠിക്കാൻ വ്യവസായ വകുപ്പ് കോഴിക്കോട് IIM-നെ ചുമതലപ്പെടുത്തി. ഇതേ തുടർന്നാണ് കോഴിക്കോട് IIM റിപ്പോർട്ട് സമർപ്പിച്ചത്. തോട്ടം മേഖലയ്ക്ക് സമഗ്രമായ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുന്ന റിപ്പോർട്ട് ശില്പശാല ചർച്ച ചെയ്തു. ഈ മേഖല നേരിടുന്ന പ്രതിസന്ധി ഉയർത്തിക്കാട്ടി മണ്ണിന്റെ ശോഷണം, തുടർച്ചയായ ഏകവിളകൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നത് തുടങ്ങിയ പ്രശ്നങ്ങൾ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് ചൂണ്ടിക്കാട്ടി. തോട്ടം ഉൽപ്പന്നങ്ങളുടെ പ്രത്യേക വിപണനം ആവശ്യമാണെന്നും തൊഴിലാളികളുടെ ക്ഷേമം പരിഗണിക്കാതെ പരിഷ്കാരങ്ങൾ കൈവരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഭക്ഷ്യവില കുറഞ്ഞു. ഇന്ത്യയുടെ CPI പണപ്പെരുപ്പം 4.7% കുറയുമെന്ന് റിപ്പോർട്ട്. ഭക്ഷ്യപണപ്പെരുപ്പം കുറഞ്ഞതും ആഗോള ചരക്കുവില സ്ഥിരതയാർജിച്ചതും കാരണം ഇന്ത്യയുടെ CPI പണപ്പെരുപ്പം 2025 സാമ്പത്തിക വർഷം 4.7 റിപ്പോർട്ട്. അനുകൂലമായ വിളവെടുപ്പും ആഗോള ഭക്ഷ്യ ഊർജ്ജ വിലയും ഈ കണക്കുകൾ സാധൂകരിക്കുന്നുവെന്നും ബാങ്ക് ഓഫ് ബറോഡ റിപ്പോർട്ട് പറയുന്നു. 2024 നവംബറിലെ CPI പണപ്പെരുപ്പം 5.5% കുറഞ്ഞു. പച്ചക്കറി പണപ്പെരുപ്പം ഗണ്യമായി കുറഞ്ഞു. ഈ പ്രവണത RBIയുടെ കൂടുതൽ അനുകൂലമായ പണനയത്തിലേക്ക് നയിച്ചേക്കാമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ് എന്നിവയുടെ പുതിയ വിളവെടുപ്പ് ഉയർന്നത് മണ്ഡികളിൽ പ്രതിഫലിച്ചു. ഇത് വിതരണ സമ്മർദ്ദം ലഘൂകരിച്ചു. ഡിസംബറിലെ കണക്കുകൾ പച്ചക്കറി വിലയിൽ കൂടുതൽ തിരുത്തലുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം അനുകൂലമായ കാലാവസ്ഥ റാബി വിളവെടുപ്പിനെ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2024 ഒക്ടോബറിലെ 6.2% നിന്ന് 2024 നവംബറിലെ CPI പണപ്പെരുപ്പം 5.5% കുറഞ്ഞുവെന്ന് റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ അരി ശേഖരം റെക്കോർഡ് ഉയരത്തിലെത്തി. ഇത് അരിയുടെ കയറ്റുമതി സാധ്യതകൾ വർദ്ധിപ്പിക്കും. ഡിസംബറിന്റെ തുടക്കത്തിൽ ഇന്ത്യയിലെ അരിശേഖരം റെക്കോർഡ് ഉയരത്തിലെത്തി. ഇത് ഗവൺമെന്റിന്റെ ലക്ഷ്യത്തെക്കാൾ 5 ഇരട്ടിയിലധികം എത്തിയതോടെ വിദേശ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷകൾ വർദ്ധിച്ചു. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സമാഹരിച്ച കണക്കുകൾ പ്രകാരം ഡിസംബർ 1 സംസ്ഥാന ധാന്യശാലകളിലെ അരിശേഖരം 44.1 ദശലക്ഷം മെട്രിക് ടൺ ആയിരുന്നു. ഡിസംബർ 1 ഗോതമ്പ് സ്റ്റോക്ക് 22.3 ദശലക്ഷം ടണ്ണായി ഉയർന്നു. ലക്ഷ്യം 13.8 ദശലക്ഷം ടണ്ണായിരുന്നു. ഉയർന്ന അരി സ്റ്റോക്കുകൾ ആഭ്യന്തര വിതരണത്തെ അപകടപ്പെടുത്താതെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യയെ അനുവദിക്കും. കഴിഞ്ഞ വർഷത്തെ മൺസൂൺ മഴ എല്ലാ ഗ്രേഡുകളുടെയും കയറ്റുമതി നിയന്ത്രിക്കാൻ സഹായിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അസമിന്റെ കാർഷിക കയറ്റുമതി മേഖലയ്ക്ക് നേട്ടം. അസമിൽ നിന്ന് ദുബൈയിലേക്കുള്ള പുതിയ ഉൽപ്പന്നങ്ങളുടെ ആദ്യ ചരക്ക് കയറ്റി അയച്ചു.
1000 കിലോ നാരങ്ങയും 1500 കിലോ മത്തങ്ങയും അടങ്ങുന്ന കയറ്റുമതി രാജ്യാന്തര വിപണിയിൽ നിലയുറപ്പിക്കാനുള്ള സംസ്ഥാനത്തിന്റെ ശ്രമങ്ങളിലെ നാഴികക്കല്ലാണ്. ശിവസാഗർ ജില്ലയിൽ നിന്നുള്ള പ്രാദേശിക കർഷകർ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്നതിൽ ആസമിലെ കാർഷിക മേഖലയുടെ വളരുന്ന സാധ്യതകളെ പ്രതിനിധീകരിക്കുന്നുവെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി റനോജ് പെഗു പറഞ്ഞു. ഇത് ആസമിന്, പ്രത്യേകിച്ച് ശിവസാഗറിലെ ഞങ്ങളുടെ കർഷക സമൂഹത്തിന് അഭിമാന നിമിഷമാണ്. ഈ കയറ്റുമതി സംരംഭം നമ്മുടെ കർഷകർക്ക് പുതിയ വഴികൾ തുറക്കുകയും അവരുടെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ചരക്ക് ഫ്ളാഗ് ഓഫ് ചെയ്ത ശേഷം മന്ത്രി പറഞ്ഞു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്കുള്ള പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ആസമിന്റെ കാർഷിക വാണിജ്യത്തിൽ ഒരു പുതിയ അധ്യായം അടയാളപ്പെടുത്തുന്നു. ഇത് കൂടുതൽ അന്താരാഷ്ട്ര വ്യാപാര അവസരങ്ങൾക്ക് വഴിയൊരുക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.